കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം രാവിലെ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുവെഴുത്തുമായി നിങ്ങളുടെ അടുക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ ദൈവം നിങ്ങൾക്ക് ധാരാളം കൃപ നൽകട്ടെ. നമുക്കറിയാം, വേനൽക്കാലം കഴിഞ്ഞാൽ അടുത്തത് ഒരു മഴക്കാലത്തിലേക്ക് മാറുകയാണ്. വേനൽക്കാലം വരുമ്പോൾ തോടുകളെല്ലാം വറ്റി ഉണങ്ങി, തുടർന്ന് മഴക്കാലത്ത് ആ തോടുകളിലൊക്കെ വെള്ളം നിറയുകയും ധാരാളം മത്സ്യങ്ങൾ ആ മേഖലയിലേക്ക് വന്ന് കയറുകയും ചെയ്യും. സ്തോത്രം. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി, ചെറിയ ചെറിയ മേഖലയിലെ വെള്ളം തടഞ്ഞു നിർത്തി മീൻ പിടിക്കാൻ വേണ്ടി കൂട് ഇടുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോഴും ഉണ്ട്. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ധാരണ, ഞാൻ തടഞ്ഞ് കൂട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മീൻ പോലും മുകളിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ തടച്ചിലിനെ കവർ ചെയ്ത് മുകളിലേക്ക് പോകത്തില്ലെന്നാണ് എൻ്റെ ധാരണ. എന്നാൽ അതൊരു മിഥ്യാധാരണയാണ്. അങ്ങനെയല്ല. ഇതിനെ മറികടന്നും, ഞാൻ വേലി കെട്ടിയ ആ വേലിയെ മറികടന്നും മത്സ്യം മുന്നോട്ട് നീങ്ങുകയാണ്. അതിന് മുകളിൽ കൂടിട്ട അല്ലെങ്കിൽ വേലി കെട്ടി വെള്ളം തടഞ്ഞ് കൂടിട്ടിരിക്കുന്നവർക്കും മത്സ്യം കിട്ടുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ തടഞ്ഞ ആ തടച്ചിലിനെ മറികടന്ന മത്സ്യങ്ങളുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ ദൈവം നമുക്ക് ബലവും കരുത്തും നൽകട്ടെ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ, സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ ഈ സന്ദേശം പിന്നെയും ഉതകട്ടെ. നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു ചെല്ലുകയും അവിടെ കയ്യിൽ അവൾ സൂക്ഷിച്ചു വെച്ചതായിരിക്കുന്ന വിലയേറിയ പരിമള തൈലം യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് അവൾ കണ്ണുനീര് യേശുവിൻ്റെ കാലിൽ പകർന്ന് തൈലം പൂശി തലമുടി കൊണ്ട് തുടയ്ക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനേക സ്ത്രീകൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലും സഭകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവവേലയ്ക്കുമൊക്കെ ചുമൽ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്ത്രീകളാണ് ആരാധനയ്ക്ക് വലിയ വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു സഭയിൽ ചെന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ശ്രദ്ധിച്ചാൽ, കൂടുതലും കൈയടിക്കുന്നതും ആരാധിക്കുന്നതും അന്യഭാഷ പറയുന്നതും വലിയ ഒച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നതൊക്കെ സ്ത്രീകളാണ്. എന്നാൽ പുരുഷന്മാരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കൊണ്ട് വളരെ വിരലിലെണ്ണാവുന്ന നിലയിലുള്ള ആളുകളെ കാണുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്.
അവരതിന് വില കൊടുക്കുക. ഉപവസിക്കുവാന്, പ്രാർത്ഥിക്കുവാന്, കരയാന്, ആമേൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒക്കെ അതിന് വില കൊടുത്തുകൊണ്ടാണ് സ്ത്രീകൾ വരുന്നത്. ഇന്ന് സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഭാഗത്ത് വളരെ വിരലേലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിനു സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ഈ ചിന്ത പറയുമ്പോൾ സ്ത്രീകൾ കർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, കരുതുന്നു എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുവാൻ മുഖാന്തരമായി തീരട്ടെ. നിങ്ങളുടെ ആത്മീയ മേഖലയിൽ ഒരു വലിയ വളർച്ച ഉണ്ടാകട്ടെ. നോക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 7-36 വാക്യം. പരീശന്മാരിലൊരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് ഇരുന്നു. ആ പട്ടണത്തിൽ പാവിനിയായൊരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാവനിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനോട് ഒന്ന് പറയുവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശ്, മറ്റവന് 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വക ഇല്ലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ ഇവരിലാർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടുവരെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശീമോൻ പറഞ്ഞു. ഹല്ലേലൂയ. ശീമോൻ, പരീശനായ ശീമോൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഭാഗങ്ങൾ, യേശുക്രിസ്തുവിനെ തൈലം പൂശുന്ന 3 ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ വ്യത്യസ്തമായ നിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തെ 2 സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2 ഭാഗത്തെ കാര്യങ്ങൾ 3 സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർമ്മിച്ചു വന്നത്, ഇത് 3ഉം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കണം. ദൈവത്തിനു സ്തോത്രം. ലൂക്കോസ് 7:36-50, യോഹന്നാൻ 12:1-8, മത്തായി 26:6-13 വരെ, മർക്കോസ് 14:3-9. ഈ 3 തൈലാഭിഷേകത്തെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 സംഭവങ്ങളാണ്, 3 സ്ഥലത്താണ്, 3 രീതിയിലാണ്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ, ഒറ്റ വായനയിൽ ഇത് ഒന്നായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ 3 ഭാഗവും നിങ്ങൾ വ്യത്യസ്തമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് 3 സ്ത്രീകൾ ഇതിനെ മുൻകൈ എടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഒരു തർക്കം ആവശ്യമില്ല, നിങ്ങൾ വായിച്ച് നോക്കുക. ദൈവദാസന്മാർ പലരും ഈ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് 3ഉം നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ 3 അഭിഷേകവും വ്യത്യസ്തമായിട്ടാണ് നടന്നിരിക്കുന്നത്. 3 സ്ഥലത്ത് വെച്ചാണ്, 3 മേഖലയിലാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല നിൽക്കുന്നത്. ഈ ഒരു ഭാഗം മാത്രം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നോക്കുക, ഇവിടെ പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ അനേക വീടുകളിൽ ഭക്ഷണം കഴിപ്പാനായി ക്ഷണിച്ചിട്ടുണ്ട്. കർത്താവ്, ദൈവത്തിനു സ്തോത്രം, ക്ഷണിക്കപ്പെട്ടതായ മേഖലയിൽ മാത്രമല്ല, ക്ഷണിക്കാത്ത മേഖലയിലും പോയി ദൈവത്തിനു സ്തോത്രം അവർ കൊടുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. വിശക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് യേശു ഭക്ഷണം ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ദൈവത്തിനു സ്തോത്രം. അപ്പോൾ ഇവിടെ ക്ഷണിച്ചിട്ട് പോയതാണ്. ഒരു പരീശന്റെ വീട്ടിലാണ്. യഹൂദനായ പരീശൻ
ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ വീട്ടിൽ ഒന്ന് സൽക്കരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ആതിഥ്യമര്യാദ അനുസരിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു അതിഥിയൻ വീട്ടിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കേണ്ടെന്ന സാമാന്യ മര്യാദ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സാമാന്യ മര്യാദ എന്ത് ചെയ്യുന്നില്ല. ആ ശിമോൻ, അല്ലെങ്കിൽ ഈ പരീക്ഷനായ ശിമോൻ, ദൈവത്തിന് സ്തോത്രം, അവിടെ അത് എന്ത് ചെയ്യുന്നില്ല, സൽക്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ആതിഥ്യമര്യാദ കാണിക്കുന്നില്ല. ഒരിക്കലൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ മുണ്ടുടുക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മുണ്ടുടുക്കാത്ത? ഈ മുണ്ടുടുത്താൽ ഈ അച്ഛന്മാരെ കണ്ടു കഴിയുമ്പോൾ മുണ്ടെന്ത് ചെയ്യണം, മുണ്ടിൻ്റെ ആ മടക്കിക്കുത്ത് അഴിച്ചിടണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താ ഈ മടക്കിക്കുത്ത് അഴിച്ചിടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബഹുമാനിക്കുക എന്ന് പറയും. മുണ്ടിൻ്റെ മടക്കിക്കുത്ത് ഞാൻ പല മേഖലയിൽ ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ ചില സഹോദരന്മാരൊക്കെ എന്ത് ചെയ്യും, മുണ്ടിൻ്റെ മടക്കിക്കുത്ത് അഴിച്ച്, അത് നമ്മളെ ബഹുമാനിക്കുന്നതാണ്. നമ്മളോടുള്ള ആ ആദരവാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുന്നത്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, മുണ്ടുടുത്താലല്ലേ ഇനി മടക്കിക്കുത്ത് അടിച്ചിടേണ്ട വരത്തുള്ളൂ, അതുകൊണ്ട് ഇനി മുണ്ടുടുക്കുന്നില്ല എന്ന് വിചാരിച്ച് പാൻറ് ഇട്ടേക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം മറ്റുള്ളവരെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ കഴിയാത്ത ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ടെന്ന് നമ്മൾ മറന്നുപോകരുത്. ഹല്ലേലൂയ. ഒരു വീട്ടിലേക്ക് ചെന്നാൽ ഒന്ന് വാതുക്കൽ സ്ത്രീകൾ ഇരിക്കുകയാണെങ്കിൽ ഒരു പുരുഷനാ ചെല്ലുന്നതെങ്കിൽ എഴുന്നേൽക്കുക എന്നുള്ളത് സാമാന്യ മര്യാദ. ദൈവദാസന്മാരോ ദൈവമക്കളോ തമ്മിൽ കണ്ടാൽ ഒന്ന് കൈ കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദ, അതൊക്കെ തമ്മിൽ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഏകദേശം 90 വയസ്സിന് മേൽ പ്രായമുള്ള ഒരമ്മ വാതുക്കലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ അമ്മ എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ ഓർത്ത്, എന്നെ കണ്ടിട്ട് ഈ അമ്മച്ചി ഓടുന്നത് എന്തിനാ? ഇനി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുരാത്മാവായിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെ കണ്ടപ്പോൾ ഓടിയല്ലോ. ശകലം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു വെള്ള തോർത്തുമൊക്കെ തോളയിൽ ഇട്ടുകൊണ്ട് പതുക്കെ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമായി ഞാൻ പറഞ്ഞത്. അമ്മച്ചി ഒരു വെള്ള തോർത്ത് തോളിൽ ഇട്ടുകൊണ്ട് തൻ്റെ മാറ് മറച്ച് എന്ത് ചെയ്തു, അവര് എൻ്റെ മുമ്പിൽ കടന്നു വരുവാനാണ്. 95 വയസ്സ്, 90 മുകളിൽ പ്രായമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നത്തെ കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര അപമാനകരമായ നിലയിലാണ് നമ്മുടെ മേഖലകൾ, സ്ത്രീകളുടെ മേഖലകൾ പോകുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ആരും എന്നോട് വഴക്ക് പിടിക്കരുത്, എല്ലാവരും അല്ല. ദൈവത്തിന് സ്തോത്രം. മാറുമറയ്ക്കാതെ ശരീര വടുവുകൾ കാണിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ മേഖലയിലുണ്ട്. പെന്തക്കോസിൽ അത് ഇപ്പോൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. പെന്തക്കോസിൽ മാത്രമല്ല, ക്രിസ്തീയ മേഖലകളിലും. നമുക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ ചുരിദാർ എന്നൊക്കെ പറയുന്ന വസ്ത്രം മനോഹരമായ വസ്ത്രമായിരുന്നു. അത് വല്ലാത്ത കോലം ആക്കിക്കളഞ്ഞ് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒരു ഷാള് ഇടുവാനോ ദൈവത്തിന് സ്തോത്രം മാന്യമായ നിലയിൽ യാത്ര ചെയ്യുവാനോ തയ്യാറാകാത്ത നിലയിലേക്ക് മാറുവാനിടയായി തീർന്നു. ഇന്നൊരു വല്ലാത്ത ഗതികെട്ട വസ്ത്രധാരണയായി എന്ത് ചെയ്തു, നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. അത് അവർ അമേരിക്കൻ സ്റ്റൈലും മറ്റു വിദേശ രാജ്യങ്ങളിലെ പ്രകടമായ സ്റ്റൈലുമൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളീയരായ സഹോദരങ്ങൾ ഇപ്പോൾ പോകുന്നത്. ദൈവത്തിനു സ്തോത്രം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താ പറയുന്നത്, ആദരിക്കൽ അല്ലെങ്കിൽ ദൈവത്തിനു സ്തോത്രം, ആതിഥ്യ മര്യാദ, അത് കാല് കഴുകുന്ന ഒരു രീതിയുണ്ട്. തൻ്റെ വീട്ടിലേക്ക് വരുന്ന ആതിഥ്യന് അല്ലെങ്കിൽ വന്ന അതിഥിയെ ആതിഥ്യ മര്യാദയിൽ കൂടെ ആദരിക്കുന്ന ഒരു രീതി. വെള്ളം കൊടുത്ത് കാലുകളെ കഴുകി. അബ്രഹാമിൻ്റെ വീടിൻ്റെ വാതുക്കലേക്ക് 3 പേർ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, നിലം വരെ കുനിഞ്ഞ് അബ്രഹാം എന്ത് ചെയ്തു, അവരെ സ്വീകരിച്ചു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ അവരെ ഇരുത്തി, എന്നിട്ട് അവരുടെ കാലുകൾ ചെന്ന് കഴുകി. ദൈവത്തിന് സ്തോത്രം. വലിയ ബഹുമാനകരമായ
ആതിഥ്യമര്യാദയുടെ ഒരു അനുഭവമാണത്. എന്നാൽ ഈ യേശു ക്രിസ്തു തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്, അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല, ക്ഷണിച്ചിട്ട് വന്നതാണ്. അപ്പൊ തീർച്ചയായും ക്ഷണിച്ചിട്ട് വന്ന ഒരു വ്യക്തിയെ ആതിഥ്യമര്യാദ കാണിക്കുക എന്ന് ബഹുമാനിക്കുക എന്നുള്ളത്, ആദരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിലെ ആചാരമനുസരിച്ച് ഇത് വളരെ വ്യക്തമായി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്തില്ല, ഈ പരീശനായ മനുഷ്യൻ അത് ചെയ്തില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? കർത്താവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച് അപമാനിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തു വേണമായിരുന്നു വീട്ടിലേക്ക് കയറ്റുവാൻ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ, ആതിഥ്യമര്യാദ കാണിക്കാതെ, യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കാതെ ഈ പരീശൻ എന്ത് ചെയ്തു? വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്. അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന കാര്യത്തിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്? യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചത്. ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അപമാനിക്കുക. കണ്ണുകടിയുള്ളവന്റെ ആഹാരം കഴിക്കരുതെന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കണ്ണുകടിയുള്ളവന്റെ ആഹാരം കഴിക്കരുത്. സ്തോത്രം. പല മേഖലയിൽ നമ്മൾ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അവർ നമ്മെ സൽക്കരിക്കുന്നത് നമ്മളെ ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ടാണോ, മനസ്സിൽ നിന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കിയതാണോ, അതോ നമ്മളെ ദൈവത്തിന് സ്തോത്രം അപമാനിക്കുന്ന നിലയിലാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വാസ്തവത്തിൽ കർത്താവായ യേശുവിനെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യഹൂദ മര്യാദ അനുസരിച്ച് അതിഥിയൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കാലുകൾ കഴുകി അവനെ ഭവനത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അതൊരു ആചാരമാണ്. അത് ഈ പരീശൻ എന്ത് ചെയ്തില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും ആദരവോടെ നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ പോലും അവനെ മോശമായി കാണരുത് കേട്ടോ. കാരണം അവന്റെ അകത്ത് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. അവനൊരു പക്ഷേ നല്ല വസ്ത്രമല്ലായിരിക്കാം ഉടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ശരീരം മുഴുവൻ വ്രണമായി കിടന്ന് അവൻ തകർന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവനായി മാറി. പക്ഷെ അവൻ മരിച്ചപ്പോൾ ദൂതന്മാരാണ്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മൾ തള്ളുന്നതിനെ, കൊള്ളുകയില്ല എന്ന് ചിന്തിക്കുന്നതിനെ, നമ്മൾ മാറ്റി നിർത്തുന്നതിനെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ എന്തെങ്കിലും കുറ്റവും കുറവും ഉള്ളവരെയൊക്കെ ചേർത്ത് നിർത്താറുണ്ട്. മനഃപൂർവ്വമായിട്ട് കേട്ടോ ചേർത്ത് നിർത്തുന്നത്. കുറ്റവും കുറവും ഉള്ളവനെ അവനെ ചേർത്ത് നിർത്താൻ ആരും ഉണ്ടാകത്തില്ല. അവനെ ഒന്ന് താങ്ങിക്കൊണ്ടുവരുവാൻ ആരും ഉണ്ടാകത്തില്ല. അവൻ മോശക്കാരനാണ്, കൊള്ളിയലാത്ത. ശരിയാ, അവന് വിദ്യാഭ്യാസമില്ല, അവന് അറിവില്ല, അവൻ മോശനാണ്, അവൻ കൊള്ളുകയില്ല, ദൈവത്തിന് സ്തോത്രം, അവന് വൃത്തിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് മേഖലകളുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറവുള്ളവനെ ചേർത്ത് നിർത്തുന്ന ഒരു സവിശേഷത എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് പേരെ അങ്ങനെ ചേർത്ത് നിർത്തി അവരെ നല്ല നിലയിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആരെയും അപമാനിക്കരുത് കേട്ടോ. ഒരുവന്റെ കുറവുകളെ, ബലഹീനതകളെ, അറിവുകേടുകളെ എന്ത് ചെയ്യരുത്, പറഞ്ഞു വരത്തരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും അതിനെ ദൈവത്തിന് സ്തോത്രം അതിൻ്റെതായ നിലയിൽ കാണുവാനും ഒക്കെയുള്ള അതിനൊരു പോസിറ്റീവായ കാര്യമുണ്ടാകും. എത്ര മോശപ്പെട്ടവന്റെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു കാര്യമുണ്ടാകും. ഈ പരീശൻ യേശുവിനെ എന്ത് ചെയ്തില്ല, ആതിഥ്യമര്യാദ കാണിച്ചില്ല. അതുകൊണ്ട് യഹോവയായ ദൈവം ആമേൻ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ചെയ്തില്ല. എന്താണെന്നറിയാവോ? യഹോവയായ ദൈവം
ആമേൻ മുൻകൂട്ടി ഇവന്റെ ഹൃദയ വിചാരങ്ങൾ അറിയാവുന്നതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ വീട്ടിൽ വിളിച്ചു കയറ്റി അപമാനിക്കുവാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഒരു പാവിനിയായ സ്ത്രീയെ അതിനുവേണ്ടി ഒരുക്കുവാനിടയായി. അവൾ കടന്നു വരികയാണ്. പരീശന്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ കടന്നു വരികയാണ്. അവൾ വന്ന് ദൈവത്തിന് സ്തോത്രം യേശുവിൻ്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയാണ്. അവിടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ യേശുവിൻ്റെ കാലിലേക്ക് വന്നു വീഴുകയാണ്. ആ കാലഘട്ടങ്ങളിൽ കാല് പുറകോട്ട് മടക്കിയിട്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു കസേരയിലിരുന്ന് പ്രാർത്ഥിച്ചയാളല്ല. യേശു ക്രിസ്തു ആമേൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചയാളാണ്. ഹല്ലേലൂയ. പീഠത്തിൽ ഇരുന്നിട്ടില്ലെന്നല്ല, എന്നാൽ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു അതിഥിയെ സ്വീകരിച്ച് ഇരുത്താൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനമൊന്നും വീട്ടിൽ ഉണ്ടാകത്തില്ല. എങ്കിലും ഉള്ള ഇടത്ത് വൃത്തിയായി ഇരുത്തുന്ന രീതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാലിൽ ആ കണ്ണുനീര് തുള്ളികൾ വീണു. അവളുടെ മനസ്സുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുകയായിരുന്നു. അവൾ ശുദ്ധീകരണം പ്രാപിക്കുകയായിരുന്നു. പരീശന്റെ വീട് അതിനുവേണ്ടി അവൾ പ്രയോജനപ്പെടുത്തി. അവളെ ക്ഷണിച്ചിട്ടല്ല അവൾ പരീശന്റെ വീട്ടിൽ വന്നത് കേട്ടോ. യേശു വരുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടാകാം. അങ്ങനെ ആ കൂട്ടത്തിൽ അവൾ എന്ത് ചെയ്തു? തൻ്റെ വിഷയത്തെ പരിഹരിപ്പാൻ യേശുവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിൽക്കുക. ഇന്ന് രാവിലെ സമയത്ത് നിന്നെ ആരും ക്ഷണിക്കണ്ട കേട്ടോ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ. ഒരു പരീശനോ അല്ലെങ്കിൽ ഒരു ന്യായശാസ്ത്രിയോ അല്ലെങ്കിൽ സമ്പന്നനോ ഉപദേശിയോ പാസ്റ്ററോ പുരോഹിതനോ ഒന്നും നിന്നെ ക്ഷണിക്കണ്ട കേട്ടോ. യേശുവിൻ്റെ അടുക്കൽ നിനക്ക് ഏത് സമയത്തും കടന്നുചെല്ലാം. നിനക്ക് യേശുവിൻ്റെ അടുക്കൽ കരയാം, പ്രാർത്ഥിക്കാം, നിന്റെ കുറവുകൾ ഏറ്റുപറയാം. ദൈവം നിന്നോട് ക്ഷമിക്കുവാനിടയായി തീരും. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. ദീർഘമായാൽ മെസ്സേജ് കേൾക്കാനായിട്ട് പലർക്കും സമയം കിട്ടുകയില്ലല്ലോ. ഞാൻ ആ ഭാഗമൊന്ന് ചുരുക്കട്ടെ. അവളുടെ ജീവിതത്തിലെ വലിയ പാവക്കറകൾ അവിടെ മോചിക്കപ്പെടുകയായിരുന്നു. അവൾ ശുദ്ധീകരിക്കപ്പെട്ടവളായി മാറുകയായിരുന്നു. ഇതാണ് ആ ശീമോന്റെ വീട്ടിലെ ആ അനുഭവത്തിൽ കൂടെ അവൾക്ക് ലഭിക്കപ്പെട്ടത്. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, പരീശനോട് യേശു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ട് നീ ഇതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ഇവൾ ഇതെല്ലാം ചെയ്യുവാനിടയായി. നീ ചെയ്യേണ്ടത് അവൾ ചെയ്തു. ഒരു ദൂതോടെ ഞാൻ പറയാം, നീ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ നിലയിൽ നീ ചെയ്യുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ ദൈവം കയറ്റി നിർത്തി ആ ദൗത്യം പൂർത്തീകരിക്കുമെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കുമെന്നുള്ള ആ നല്ല ഉറപ്പോടെ ബോധ്യത്തോടെ നമുക്ക് നീങ്ങാം. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിക്കപ്പെടുവാൻ ഇടയാകണം. തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.